എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ല ദിയ, അപ്പം നീക്ക് എന്താ പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കണല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കറക്റ്റാണ്, സജിന പറഞ്ഞത് കറക്റ്റാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അപ്പോൾ സജിന കുറച്ചധികം ഉപ്പ് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജിന ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജിന വിചാരിച്ചു, ഞാൻ എന്തായാലും വെള്ളം കുടിച്ചു, എന്നാൽ എൻ്റെ കൂട്ടത്തിലുള്ളവരെയും കൂടി വെള്ളം കുടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് സജിന കുറച്ച് പേരെ ഇതിനകത്തോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ സജിന പറഞ്ഞില്ലേ, ദിയാസനയുടെ സ്വഭാവം, ക്യാരക്ടർ, അത് ഈ ബിഗ് ബോസിലൂടെ ഈ മലയാളികളൊക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. സജിന ദിയ ഭയങ്കരമായിട്ട് ചീത്ത പറയും, ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ദിയാസനയുടേതെന്ന് അന്ന് ബിഗ് ബോസിൽ വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായതാണ്. ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുകൂടെ പ്രതികരിക്കും. അപ്പം നമ്മുടെ സജിന തെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്, തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മൊത്തം ഈ കൂട്ടുകാരായിരുന്ന ആൻമരിയയും ദിയാസനയും അച്ചായൻ എന്ന് പറഞ്ഞ ഏതോ കാണാമറയത്തിരിക്കുന്ന ആ അച്ചായനും ഒക്കെയാണ് കേട്ടോ. സജിന തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതാണ് പറഞ്ഞു വരുന്നത്. തെറ്റ് ചെയ്യാത്തവർ പ്രതികരിക്കും, തെറ്റ് ചെയ്യുന്നവർ പ്രതികരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം സജിന തെറ്റ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ വയസ്സ് എത്രയുണ്ട്? 0 ആണോ? അതോ 10 വയസ്സേ ഉള്ളോ? അതോ 18 തികയാത്ത കൗമാരക്കാരിയാണോ? ഒന്നും അറിയത്തില്ലേ? ഒന്നും അറിയാത്ത ഇള്ളാക്കുട്ടിയാണോ അങ്ങ് നശിപ്പിക്കാനായിട്ട് ദുബായിൽ കൊണ്ടുപോയത്? ഈ ദുബായിൽ കൊണ്ടുപോകുമ്പം അറിയത്തില്ലായിരുന്നോ? ശരിക്കും ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവരെങ്ങാണ്ട് 18 തികയാത്ത കൗമാരക്കാരിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ തോന്നിപ്പിക്കും. ആ രീതിയിലാണ് പറയുന്നത്, എന്നെ കൊണ്ടുപോയി നശിപ്പിക്കാൻ. ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എൻ്റെ പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേൾക്കാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം കയ്യിൽ കാണിച്ചു തരാം. ഞാനത് അവളാണ് റോഷിനി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിട്ടണം. പോട്ടെ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്തി. അതേപോലെ തന്നെ റോഷിനി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാൻ ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ 3 പേരെ എന്നെ പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് വേറെങ്കിലും അത് പിടിച്ചു അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്ത കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം വന്നത് അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതെ, സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം ഇവന്മാർ ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കാണ് ഞാൻ പറഞ്ഞു. ഇവന്മാരുള്ള പോലെ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നാട് നശിപ്പിക്കാൻ. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേ ആണെന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കുക. അതെ, ദിയാസന വരണം, ദിയാസന വന്നേ പറ്റൂ, ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ റോഷിനി ദുബായിൽ കൊണ്ടുപോയി നശിപ്പിക്കാൻ നോക്കിയ റോഷിനി, നീയും വരണം, ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഫിറോസ് ഖാനെ നിങ്ങളും വരണം, നിങ്ങളും ടെസ്റ്റ് ചെയ്യണം. അപ്പം 3 ആയി. 3 പോരല്ലോ, ഒന്നും കൂടി വേണ്ടേ? 4 വേണ്ടേ? അപ്പം ആ 4 തികയ്ക്കണമെന്നുണ്ടെങ്കിൽ ആരാ? സജിനയും വരണം. അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3 പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ 4 പേരും ടെസ്റ്റ് ചെയ്യണം. കാരണം ഇവിടുന്ന് അങ്ങോട്ടൊരു ആരോപണം ഇട്ടപ്പോൾ അവിടുന്ന് ആരോപണം ഇങ്ങോട്ടിട്ടായിരുന്നു. അതായത് പിടിച്ച് കുനിച്ച് നിർത്തി കുലുക്കിയാൽ 3 കിലോ താഴെ വീഴും എന്നാണ് ദിയാസന പറഞ്ഞത്, ഈ മുന്തിയ ഇനം സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 3 പേരെ മാത്രമല്ല 4മതൊരാളും കൂടെ ടെസ്റ്റ് ചെയ്യണം. അതായത് സജിനയും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ 4 പേരും കൂടെ പെട്ടെന്ന് റെഡി ആയിക്കോ, ടെസ്റ്റ് ചെയ്യാം. പീഡനം പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ ശരിയാ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ ഫിറോസ് ഖാനെതിരെ പ്രതികരിക്കണം. ഞങ്ങൾ പ്രതികരിക്കും ചേച്ചി, ഞങ്ങൾ പ്രതികരിക്കും. ജീവിക്കൂടാ, ഞാൻ ജീവിക്കൂടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതോളമാർ എന്നെ കുറിച്ച് എന്ത് ടെൻഷൻ നടന്നോ മറ്റേ മറിച്ച് നടന്നു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ ജീവിക്കുവടാ. ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഫിറോസ് ഖാനെയും ദിയാസനയും ആൻമരിയൊക്കെയാണ് ഈ വെല്ലുവിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത് തോന്നിയത് എന്താണെന്നറിയാമോ? പുള്ളിക്കാരിയുടെ എല്ലാ കാര്യങ്ങളും തെറ്റി. പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ തെറ്റി. അപ്പോൾ ആ വിശ്വാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ തെറ്റിച്ച ദിയാസനയോടും ഫിറോസ് ഖാനോടും ആൻമരിയോടും അടങ്ങാത്ത ദേഷ്യമാണ് പുള്ളിക്കാരിക്ക്. ആ ദേഷ്യമാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ
പുള്ളിക്കാരി ആ വോയിസിൽ പറയുന്നുണ്ട്, ഇവർ നേരത്തെ ഇട്ടൊരു വോയിസ് ഉണ്ട്, ആ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നാണം കിട്ടും, എന്നാൽ നിന്നെയൊക്കെ ഞാൻ നാണം കെടുത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദിയാസന പറയുന്നതും കൂടെ കേൾക്കാം. ഈ ഫയലിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചത് മുതൽ ഞാൻ ആലോചിച്ച് പുറകിൽ നടന്ന മാതിരിയൊന്നും എനിക്ക് മറ്റേ ഇത് കിട്ടിയില്ല, എന്താ പറയുക, റീച്ചുള്ള ചാനൽ കിട്ടിയില്ല. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, പൂക്കുട്ടി ഒരു കാര്യം ചെയ്യണം, സജന നൂറിൻ്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം. കാരണം സജന നൂറിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാ സാധനങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം 100% കറക്റ്റാണ്. സജിന നൂറിൻ്റെ പേരിലാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത്. കാരണം ഈ പൂക്കുറ്റിക്കെതിരെ വീഡിയോ ഇടുന്നവർക്ക് സ്ട്രൈക്ക് കൊടുക്കാനും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ചാനലുകൾ അടിച്ചു കളയാനും ഒക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കുറ്റി ആദ്യം ശ്രമിക്കേണ്ടത് ഈ സജിനയുടെ കാര്യത്തിലാണ് കേട്ടോ. സജിനയ്ക്കെതിരെ ആദ്യം നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം. കാരണം ഈ സംഭവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? സജിനയുടെ അക്കൗണ്ടിൽ നിന്നും. ഇത് ജനങ്ങൾ അറിഞ്ഞത്, പ്രേക്ഷകരറിഞ്ഞത് സജിനയുടെ വായിൽ നിന്നാണ്, സജിനയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആദ്യമായിട്ട് ഇതിന് തിരി കൊളുത്തിയത് സജിന തന്നെയാണ്. അപ്പോൾ ദിയാസന പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ 100% കറക്റ്റാണ്. അപ്പം മറ്റ് യൂട്യൂബ് ചാനലുകളെയും മറ്റാളുകളെയും ടാർഗറ്റ് ചെയ്തിട്ടോ 250 ചാനലുകൾക്കെതിരെ കൊണ്ടുപോയി സജന നൂറിനെ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചിട്ടൊന്നും ഒരു തേങ്ങ എടുക്കാൻ പോകുന്നില്ല. സജന നൂറിനെതിരെയാണ് ഫസ്റ്റ് നിങ്ങൾ പരാതി കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും പൂക്കുറ്റിയുടെ പണത്തിൻ്റെ കൊഴുപ്പും അധികാരത്തിൻ്റെ കൊഴുപ്പും ഒക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും. അപ്പം അത് കണ്ടിട്ടാണ് ഈ സജന ഇത്രയും കിടന്ന് തുള്ളിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിഷയം എടുത്ത് അത് തീർന്നു എന്ന് പറയുമ്പോൾ അടുത്ത വിഷയമായിട്ട് വരും, അടുത്ത വിഷയം എടുത്തു അത് തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇവർ അടുത്ത വിഷയമായിട്ട് വരും. അങ്ങനെ ആദ്യം പൂക്കുറ്റിയിൽ തുടങ്ങി. പൂക്കുറ്റിയും ഇവളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആദ്യം ഇവർ പങ്കുവെച്ചത് അതാണ്. അതിനുശേഷമാണ് ഫിറോസ് ഖാൻ ഇവർക്കെതിരെ വീഡിയോയുമായിട്ട് വന്നത്. അതിനുശേഷമാണ് പിന്നെ ഫിറോസ് ഖാനെതിരെ ഇവർ വീഡിയോ ആയിട്ട് വന്നത്. അങ്ങനെ ഇവർ രണ്ട് യുദ്ധമായി. പിന്നെ വീണ്ടും ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഗർഭത്തിൻ്റെ ഒരു ഫോട്ടോയുമായിട്ട് വന്ന്. അത് പൂക്കുറ്റിക്കുള്ള ഒരു അമ്പായിരുന്നു, 3 കോടിക്കുള്ള ഒരു അമ്പായിരുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോയും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് ഹാക്കിങ്ങിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്നത് കൂട്ടുകാരികളുടെ മണ്ടയ്ക്കാണ്. ഇത്രയും നാളും കൂടെ നിന്ന കൂട്ടുകാരികൾക്കെതിരെ. കാരണം ഇവർ നോക്കുമ്പോൾ ഇവർ മൊത്തത്തിൽ നാറി. ഈ സമൂഹത്തിൽ ഇവർക്കുണ്ടായിരുന്ന ഒരു ഇമേജും കാര്യങ്ങളും എല്ലാം തീർന്നു. ഇവരിനി ഇല്ല. സത്യത്തിൽ ഇപ്പം ഇവരെന്താണെന്ന് നമ്മുടെ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ തീർന്നു, ഇവർ നാറാൻ ഇനി 1% പോലും ബാക്കിയില്ല, അത്രയ്ക്ക് ഇവർ നാറി. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ചു ഈ ഞെളിഞ്ഞു നടക്കുന്ന ദിയാസനയും ആൻമരിയൊക്കെ അങ്ങ് തകർക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ആൻമരിയ 79 ലക്ഷം രൂപ തട്ടി ഭീഷണിപ്പെടുത്തി അക്കൗണ്ടിലേക്ക് വരുത്തിച്ചിട്ട് ഫ്ലാറ്റ് വാങ്ങിയെന്നും ദിയാസന മുന്തിയ ഇനം ലഹരിയുമായിട്ട് ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർ ആരോപിച്ചിട്ടുള്ളത്. അതിനുശേഷം ദിയാസന വീണ്ടും വന്നിരിക്കുകയാണ്. ഇവരാണ് കടുത്ത ലഹരി ഉപയോഗിക്കുന്നത്, ഇവർ ലഹരി ഉപയോഗത്തിന് അടിമയാണ്, ഇവരെ പിടിച്ച് കുലിക്കാൽ 3 കിലോ സാധനം താഴെ വീഴും, ആ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സജിന എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരെ ഇപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ദിയാസന കേസുമായിട്ട് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം വെറും ഒരു ആരോപണമായിട്ട് തള്ളിക്കളയരുത്. ഇത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനോടാണ് പറയുന്നത്. ഒരിക്കലും ഇത് വെറും ഒരു കുത്തിത്തിരിപ്പോ നുണയോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇതൊന്നുമായിട്ട് തള്ളിക്കളയരുത്. കടുത്ത ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ലഹരികൾ ഇവർക്ക് എവിടുന്ന് വരുന്നു, എവിടുന്ന് കിട്ടുന്നു, ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ ശേഖരം ആരുടെയൊക്കെ കയ്യിലുണ്ട്, ഇതെല്ലാം നല്ല രീതിയിൽ വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. തൊപ്പിക്ക് എതിരെ എടുത്ത ആക്ഷൻ ഇവർക്കെതിരെയും എടുക്കണം. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യണം, അന്വേഷിക്കണം. ഇതാരൊക്കെ ഉപയോഗിക്കുന്ന ഈ ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ള വ്യക്തമായ തെളിവുകൾ കണ്ടെത്തണം. ഒരിക്കലും ഇതൊരു നിസ്സാര കേസായിട്ട് വിടരുത്, എഴുതി തള്ളരുത്. ഇന്നലെ വരെ ഇത് പൂക്കുറ്റിയുമായിട്ടുള്ള ഒരു അവിഹിത കഥ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ദോഷമാകുന്ന രീതിയിൽ ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ടും ലഹരിയുടെ പിടിയിലാണ് കുറേയധികം ആൾക്കാർ എന്നുള്ള രീതിയിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഇവരുടെ ദുബായിലേക്കുള്ള പോക്കുകളും ഈ സെലിബ്രിറ്റികൾ ഒരുപാട് പേരും ഈ ദുബായിലേക്കുള്ള പോക്കുകൾ അതിനെക്കുറിച്ചിട്ടുമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണം. കാരണം ഇത് വെറും ഒരു നിസ്സാര കാര്യമല്ല. ഇതൊരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകനും തമ്മിലുള്ള അവിഹിത വിഷയമോ കുടുംബ വിഷയമോ ഒന്നുമല്ല. ഇത് സമൂഹത്തിനെ ബാധിക്കുന്ന
സമൂഹത്തിന് ദോഷമാകുന്ന രീതിയിൽ ഉള്ള ഒരു മാഫിയ, അങ്ങനെ ഒരു വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള അന്വേഷണം പെട്ടെന്ന് തന്നെ അന്വേഷണം പുറപ്പെടുവിക്കണം. കാരണം ഒരു കുറ്റവാളിയും ഇതിൻ്റെ പിന്നിലൂടെ രക്ഷപ്പെടരുത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ അധികാരം ഇതൊന്നും വെച്ചിട്ട് ഒരുത്തനും രക്ഷപ്പെടരുത്. കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് വമ്പൻ ടീമുകളാണ്. ഈ പരസ്പരമുള്ള പരിചാരലും കുത്തിത്തിരിപ്പുകളും കാരണം ഇവർ തന്നെയാണ് പേടാൻ പോകുന്നത്. തൊപ്പിക്കുണ്ടായ അവസ്ഥ, തൊപ്പിക്കും കൂട്ടർക്കുണ്ടായ അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്ക് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊടുത്ത് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.